ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗാണ് കേട്ടോ. അതായത് ഞായറാഴ്ചത്തെ വ്ളോഗാണേ. അതായത് ഇന്നലത്തെ വ്ളോഗ് ഇന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, ഇന്നാണ് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇന്നലെ പാത്തുൻ്റെ പള്ളിയിൽ മദ്രസയിൽ നബിദിന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചും പാട്ടിനൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ എല്ലാ ജോലി ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ഒതുക്കിയിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളും കറികളും എല്ലാം വെച്ചു. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പുളിങ്കറി കാച്ചുന്നുണ്ട്. അതായത് നമ്മുടെ വഴുതനങ്ങയും വെണ്ടയ്ക്കയൊക്കെ ഇട്ടിട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു പുളി പോലെ ഇങ്ങനെ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പുളിങ്കറി എന്നാണ് ഇതിന് പറയാറ്. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വഴുതനങ്ങ, ഇത് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ നട്ടിട്ടുള്ള വഴുതനങ്ങയിൽ പിടിച്ചിട്ടുള്ളതായിരുന്നു. അധികം മുറ്റാത്ത വഴുതനങ്ങ കേട്ടോ. അപ്പോൾ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെണ്ടയ്ക്ക, അതുപോലെ ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് അത് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിയതിന് ശേഷം പച്ചക്കറി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാക്കയാണെങ്കിൽ എന്നെ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. നിങ്ങളതങ്ങ് ശ്രദ്ധിക്കാതിരിക്കുക കേട്ടോ. നിങ്ങൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇതേ പൊടികൾ ഞാൻ കുറച്ച്, അതായത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ട് ആ പച്ചക്കറിയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഇച്ചിരി, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്നത് പോലെ തട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു കായത്തിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ ഒഴിച്ച് താളിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാണ് ഞങ്ങൾ പുളിങ്കറി എന്ന് പറയുന്നത്. രസവുമല്ല സാമ്പാറുമല്ല, ആ രണ്ടിൻ്റെ ഒരു ഇടയിലുള്ളൊരു സംഭവമാണ് ഈ ഒരു പുളിങ്കറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ്. ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മീൻ നമുക്ക് ചൂരക്കുട്ടിയായിരുന്നു, ചെറിയ ചൂരക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പോൾ അതായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വറുക്കാനും എടുത്തിട്ടുണ്ട്, കറുവെക്കാനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയുടെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം പാത്തോടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ് കേട്ടോ. അതായത് പാടാനൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് ചേർന്നിട്ടുണ്ട്. പാടാൻ വലിയ ഈണവും താളമൊന്നുമില്ല, എന്നാലും ഒരു സ്റ്റേജിലൊക്കെ പിള്ളേരൊക്കെ ഒന്ന് കയറി അതൊന്ന് ഇതായി വരട്ടെ എന്ന് കരുതിയിട്ട് ചേർത്തതാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പാടാനൊക്കെ ഒരു പാട്ടൊക്കെ ടീച്ചർ എഴുതി കൊടുത്തതാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ് ഞാനിതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. 7 മണിക്കാണ് കേട്ടോ പള്ളിയിൽ, മദ്രസയിൽ 7 മണിക്ക് തുടങ്ങി. പിന്നെ ഒരു കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്നാൽ മതി എന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ. അപ്പോൾ ആ സമയം കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികളും വീഡിയോ എടുപ്പുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടത്തിയത് കേട്ടോ. പിന്നെ ഒത്തിരി കൂട്ടുകാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സബ് ചെയ്യാറുണ്ട്. വീഡിയോസ് ചില സമയത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സബ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും ചിലപ്പോഴത്തേക്കും ഹോമിലൊക്കെ വന്ന് കിടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാനത് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. മീൻ വറുക്കാനായിട്ട് ഇട്ടു. അതൊന്ന് മീൻ തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ഇനിയിപ്പോൾ ഒരു പച്ചക്കറി വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ചൊരക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചൊരക്ക, കുമ്പളങ്ങി എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചൊരക്ക നല്ല ടേസ്റ്റാണത്. അപ്പോൾ പച്ച തേങ്ങയൊക്കെ തിരുമിയിട്ട് നല്ല മെഴുക്കുവരട്ടിയായിട്ട് വറ്റിച്ചെടുക്കാം. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് താളിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അതൊരു നോമ്പൊക്കെ ഉള്ള സമയത്ത് റമദാനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനല്ലേ തോന്നത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് താളിച്ചൊക്കെ എടുക്കാറുണ്ട്. നമ്മളിങ്ങനെ ഒഴിച്ച് കറി പോലെ കഞ്ഞിവെള്ളത്തിൽ ചെയ്യാറുണ്ട്. ഇതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൊരയ്ക്ക് താളിച്ചത് റെഡി. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്കൊരു റെസിപ്പി ഒരാൾ പറഞ്ഞു തന്ന് ഞാൻ ചെയ്തതാണേ.
അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിന് നമ്മൾ ചുരയ്ക്ക ഒന്ന് മെഴുക്കുരട്ടിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതും കൂടെയൊക്കെ ചേർത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മളത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചുരക്കയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിത് നേരെ അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ ഇതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഊറി വന്നോളും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി ലാസ്റ്റ് ആ വെള്ളമൊക്കെ വറ്റി ഒരു തുള്ളി വെള്ളം പോലും പിന്നെ കാണരുത്. ആ വിധത്തിൽ നല്ല വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും കൂടെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചുരയ്ക്ക മെഴുക്കുരട്ടി വല്ലാത്തൊരു ടേസ്റ്റായതിന്. അപ്പോൾ അതും നല്ല ചൂട് ചോറും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേങ്ങയുടെയും ചുരക്കയുടെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. അങ്ങനെ ഞാൻ കറിയൊക്കെ വെച്ചിട്ട് ഞാനും കൊച്ചും കൂടെ നേരെ മദ്രസയിലേക്ക് പോയിട്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം രാവിലെ തുടങ്ങിയ പ്രോഗ്രാമായിരുന്നു കേട്ടോ. 7 മണിക്ക് തുടങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മുടെ പാത്തുക്കുട്ടി ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഉണ്ടായിരുന്നു ആളിന് ഭയങ്കര സന്തോഷമായി കേട്ടോ കിട്ടിയപ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യം ചേർക്കണ്ടെന്ന് കരുതി ഇരുന്നതാട്ടോ. കാരണം ഞാനൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാടിച്ച് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ടീച്ചർ എഴുതി കൊടുത്ത്, സ്കൂളിലെ ടീച്ചർ എഴുതി കൊടുത്തിട്ട് അവളെ എങ്ങനെ കുറച്ച് ദിവസം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ വന്നിരുന്ന് പഠിപ്പിച്ച് എന്തായാലും അവൾ പാടി ഉഷാറായിട്ട് പാടുകയൊക്കെ ചെയ്തു. അതിന് പ്രൈസൊക്കെ കിട്ടിയ ആളിന് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആളിന്. പിന്നെ ഉച്ചക്കലത്തേക്ക് ഫുഡ് നമുക്ക് എല്ലാവർക്കും പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൊച്ചുമൊക്കെ പള്ളിയിൽ തന്നെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണി വരെ 5:30 ആവുന്നത് വരെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ തിരികെ വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ, നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ടാക്കണം. ഒത്തിരി പേര് വരുന്നുണ്ട്, ഒത്തിരി പേര് കൂട്ടുകാരൊക്കെ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഈ വ്യൂസിനനുസരിച്ചിട്ടൊന്നും നമുക്ക് സബ് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു 100-ൽ 75% പേര് നമ്മുടെ സബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ, ബാക്കി കുറച്ച് പേരേ ഉള്ളൂ സബ് ചെയ്ത് വീഡിയോ കാണുന്നവർ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ ടാറ്റ, നാളെ കാണാവേ.